ഹായ് സ്റ്റുഡൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പോൾ അതിനകത്ത് ഉള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഡിസോസിയേഷൻ ആൻഡ് പ്രീ ഡിസോസിയേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. ഇന്ന് ഈ ലെക്ചറിൽ നമ്മൾ ഡിസോസിയേഷൻ ആൻഡ് പ്രീ ഡിസോസിയേഷൻ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഇപ്പോൾ 4 മാർക്സിന് ചോദിച്ചാലും നിങ്ങൾ ഫുൾ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസോസിയേഷൻ ആൻഡ് പ്രീ ഡിസോസിയേഷൻ ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. Okay. When excitation energy is large enough, the energy may lead to the dissociation of molecule into individual atoms. അതായത് നമ്മുടെ എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുന്നത്, എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുമ്പോൾ എന്താ, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റംസ് പുറത്തുനിന്ന് എന്തുമാത്രം എമൗണ്ട് ഓഫ് എനർജീനെ എടുത്തിട്ടാണോ എക്സൈറ്റ് ചെയ്യുന്നത്, അതാണ് എക്സൈറ്റേഷൻ എനർജി. അപ്പോൾ എക്സൈറ്റേഷൻ എനർജി കൂടുതലായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ മോളിക്യൂൾ എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ ആറ്റംസ് ആയിട്ട് മാറും. One set of dissociation in absorption spectra can be detected by disappearance of vibrational bond structure and appearance of continuous line spectra. ഇനി നമ്മളിത് എങ്ങനെ അറിയും, ഒരു സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് ഡിസോസിയേഷൻ സംഭവിച്ചു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ എന്ത് സംഭവിക്കും, വൈബ്രേഷണൽ ബോണ്ട് സ്ട്രക്ചർ ഡിസപ്പിയർ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ലൈൻ സ്പെക്ട്ര അവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വൈബ്രേഷണൽ ബോണ്ട് സ്ട്രക്ചർ അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ സ്പെക്ട്ര ഫോം ചെയ്യുന്നതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ അല്ലെങ്കിൽ ഡിസോസിയേഷൻ സംഭവിച്ചു എന്നുള്ളത്. The continuous line spectra are also called continuum. അങ്ങനെ ഫോം ചെയ്യുന്ന കണ്ടിന്യൂസ് സ്പെക്ട്രത്തിനെയാണ് നമ്മൾ കോണ്ടിനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. The region of spectrum on which the fine vibrational bond structure disappears and continuous spectrum just appears is called ഡിസോസിയേഷൻ ലിമിറ്റ്. ഇനി എവിടെയാണോ വൈബ്രേഷണൽ ബോണ്ട് സ്ട്രക്ചർ ഡിസപ്പിയർ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ സ്പെക്ട്രം ഫോം ചെയ്തത്, ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിസോസിയേഷൻ ലിമിറ്റ്. ദാറ്റ് ഈസ് ദ പോയിൻറ്റ് ഫ്രം വിച്ച് കോണ്ടിനം സ്റ്റാർട്ട്സ്. അതായത് കോണ്ടിനം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് ആയിരിക്കും ഡിസോസിയേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡിസോസിയേഷൻ എനർജി ഓഫ് ദ മോളിക്യൂളിൻ്റെ ഡിസോസിയേഷൻ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ടും സാധിക്കും. Absorption also occurs in a continuous band above the dissociation limit. അതായത് ഈ ഡിസോസിയേഷൻ ലിമിറ്റിന് തൊട്ട് മുകളിലായിട്ടൊരു കണ്ടിന്യൂസ് ബാൻഡ് ഉണ്ടാവും, അവിടെ വെച്ചും അബ്സോർപ്ഷൻ നടക്കും. Because the final state is an unquantized translational motion of the fragments. അപ്പോൾ ഡിസോസിയേഷൻ ലിമിറ്റിന് മുകളിലായിട്ടും എന്തുകൊണ്ട് അബ്സോർപ്ഷൻ നടക്കുന്നു എന്ന് ചോദിച്ചാൽ, ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടെ ക്വാണ്ടൈസ്ഡ് അല്ല. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ് ക്വാണ്ടൈസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഡിസോസിയേഷൻ ലിമിറ്റിന് മുകളിലായിട്ടൊരു കണ്ടിന്യൂസ് ബാൻഡ് ഉണ്ടാവും, അവിടെയും എന്ത് സംഭവിക്കും, അബ്സോർപ്ഷൻ നടക്കും. ഇനിയും എന്തുകൊണ്ടാണ് ഫൈനൽ സ്റ്റേറ്റ് ക്വാണ്ടൈസ്ഡ് അല്ലാത്ത അതായത് ഫ്രാഗ്മെൻസിൻ്റെ ആറ്റത്തിൻ്റെ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത് അൺക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫൈനൽ സ്റ്റേറ്റ് ഇതാക്കി മാറുന്നത്. പിന്നെ ഈ ഫിഗർ നമുക്ക് ലാസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ സം സ്പെക്ട്ര ഓഫ് മോളിക്യൂൾ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് വൈബ്രേഷണൽ സ്ട്രക്ചർ ഡിസപ്പിയേഴ്സ് ഫസ്റ്റ് ഇൻ ദ ലോ ഫോട്ടോൺ റീജിയൻ ആൻഡ് അഗെയിൻ റിസ്യൂംസ് അറ്റ് ഹയർ ഫോട്ടോൺ റീജിയൻ. ദിസ് ഈസ് ദ പ്രീ ഡിസോസിയേഷൻ ലിമിറ്റ്. ചില മോളിക്യൂളിൻ്റെ സ്പെക്ട്ര നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വൈബ്രേഷണൽ സ്ട്രക്ചർ നമുക്ക് ലോ ഫോട്ടോൺ റീജിയണിൽ, അതായത് ലോ എനർജി റീജിയണിൽ ഡിസപ്പിയർ ചെയ്യുന്നതായിട്ടും പിന്നീട് ഹയർ എനർജി റീജിയണിൽ വീണ്ടും അപ്പിയർ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഡിസോസിയേഷൻ ലിമിറ്റ്. അപ്പോൾ പ്രീ ഡിസോസിയേഷൻ ലിമിറ്റ് എന്താണ്, ചില മോളിക്യൂളിലെ സ്പെക്ട്ര നോക്കിക്കഴിഞ്ഞാൽ ലോവർ എനർജി റീജിയണിൽ വൈബ്രേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ വൈബ്രേഷണൽ ബോണ്ട് സ്ട്രക്ചർ ഡിസപ്പിയർ ചെയ്യുന്നതായിട്ടും പിന്നീട് ഹയർ എനർജി റീജിയണിൽ ഇത് വീണ്ടും റീഅപ്പിയർ ചെയ്യുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഡിസോസിയേഷൻ ലിമിറ്റ്. The appearance of pre-dissociation spectra in some molecule is due to the fact that its electron undergoes internal conversion. അപ്പം എന്തുകൊണ്ടാണ് ചില മോളിക്യൂളിൽ ഇങ്ങനെ പ്രീ ഡിസോസിയേഷൻ ലിമിറ്റ് കാണുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള മോളിക്യൂളുകളിലെ ഇലക്ട്രോൺ ഇൻറ്റേർണൽ കൺവേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സിങ്ങിന് നടത്തും.
എ റേഡിയേഷൻലെസ് കൺവേർഷൻ ടു അനദർ സ്റ്റേറ്റ് ഓഫ് സെയിം മൾട്ടിപ്ലിസിറ്റി. ഈ ഇൻറ്റേർണൽ കൺവേർഷൻ എന്താണെന്ന് ചോദിച്ചാൽ സെയിം മൾട്ടിപ്ലിസിറ്റിയിലുള്ള ഇത് തമ്മിൽ ഒരു സ്റ്റേറ്റിൽ സെയിം മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും ആ രണ്ട് സ്റ്റേറ്റും, പക്ഷേ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നടത്തുന്ന കൺവേർഷനെയാണ് നമ്മൾ ഇൻറ്റേർണൽ കൺവേർഷൻ എന്ന് വിളിക്കുന്നത്. അത് റേഡിയേഷൻലെസ് കൺവേർഷനും ആയിരിക്കും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് ഫലമായിട്ട് റേഡിയേഷൻസ് ഒന്നും തന്നെ അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിനെയാണ് ഇൻറ്റേർണൽ കൺവേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇൻറ്റേർണൽ കൺവേർഷൻ നടത്തുന്നത് കൊണ്ടാണ് പ്രീ ഡിസോസിയേഷൻ ലിമിറ്റ് അല്ലെങ്കിൽ പ്രീ ഡിസോസിയേഷൻ സ്പെക്ട്ര ഫോം ചെയ്യുന്നത്. An internal conversion occurs more readily at the point of intersection of the two molecular potential energy curve. അപ്പോൾ ഇനി ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കാനായിട്ടുള്ള സാധ്യത എവിടെയാണ് കൂടുതൽ, അല്ലെങ്കിൽ എവിടെയായിരിക്കും കൂടുതലായും ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് മോളിക്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കർവ്, രണ്ട് മോളിക്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കർവിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റിലായിരിക്കും സാധാരണയായിട്ട് ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആ ഒരു പോയിന്റിൽ ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നത്? ബിക്കോസ് ദ ന്യൂക്ലിയർ ജോമെട്രീസ് ഓഫ് ദ ടു സ്റ്റേറ്റ്സ് ആർ ദ സെയിം. കാരണം രണ്ട് സ്റ്റേറ്റിലും ഉണ്ടാകുന്ന ആ ന്യൂക്ലിയർ ജോമെട്രി എന്ന് പറയുന്നത് അവിടെ സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കാനായിട്ടുള്ള സാധ്യത. ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നതുകൊണ്ടാണ് പ്രീ ഡിസോസിയേഷൻ ലിമിറ്റ് ഫോം ചെയ്യുന്നത്. The state into which the molecule converts may be dissociative, so the states near intersection have a finite lifetime and hence their energies are imprecisely defined. The state into which the molecule converts may be dissociative. എന്താ പറയുന്നത്, ഇപ്പം മോളിക്യൂളിനെ ഡിസോസിയേറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ സോ ദ സ്റ്റേറ്റ്സ് നിയർ ഇൻ്റർസെക്ഷൻ ഹാവ് എ ഫൈനൈറ്റ് ലൈഫ് ടൈം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർസെക്ഷൻ നടക്കുന്ന ആ ഒരു സ്റ്റേറ്റ്, ഇൻ്റർസെക്ഷൻ നടക്കുന്നതിന് തൊട്ടടുത്ത് നിൽക്കുന്ന സ്റ്റേറ്റ്സ് എന്തായിരിക്കും, ആ സ്റ്റേറ്റുകൾക്കൊരു ഫൈനൈറ്റ് ലൈഫ് ടൈം ഉണ്ടാകും. അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് ടൈം ഉണ്ടാകും. ഹെൻസ് ദെയർ എനർജീസ് ആർ ഇംപ്രിസൈസ്ലി ഡിഫൈൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എനർജി നമുക്ക് എനർജി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് ടൈമും ഉണ്ടാവും, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയും ഉണ്ടാവും. ഇങ്ങനെ ഇൻ്റർസെക്ഷൻ നടക്കുന്ന പോയിൻറ്റിന് അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ നടക്കുന്ന പോയിൻറ്റിന് തൊട്ടടുത്ത് നിൽക്കുന്ന സ്റ്റേറ്റിന്. As a result, absorption spectrum is blurred in the vicinity of the intersection. അപ്പോൾ ഇൻ്റർസെക്ഷൻ നടക്കുന്ന പോയിൻറ്റിലെ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നൊരു എന്താ പറയുന്നത് ബ്ലറായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. വെൻ ദ ഇൻകമ്മിങ് ഫോട്ടോൺസ് ബ്രിങ്സ് ഇനഫ് എനർജി ടു എക്സൈറ്റ് ദ മോളിക്യൂൾ ടു ദ വൈബ്രേഷണൽ എനർജി ലെവൽ. അപ്പോൾ പുറത്തുനിന്നും വരുന്ന, അതായത് നമ്മുടെ ഇൻകമ്മിങ് ആയിട്ടുള്ള ഫോട്ടോൺസ് കൊണ്ടുവരുന്ന ആ എനർജി, അതായത് മോളിക്യൂളിനെ എക്സൈറ്റ് ചെയ്ത വൈബ്രേഷണൽ എനർജി ലെവൽ ഹൈ എബോവ് ദ ഇൻ്റർസെക്ഷൻ ദ ഇൻറ്റേർണൽ കൺവേർഷൻ ഡസ് നോട്ട് ഒക്കേഴ്സ്. അതായത് ഇപ്പം നമ്മുടെ വരുന്ന ഇൻകമ്മിങ് ഫോട്ടോൺ, അതായത് വെളിയിൽ നിന്നും വരുന്ന എനർജി, ആ എനർജിക്ക് നമ്മുടെ മോളിക്യൂളിനെ എക്സൈറ്റ് ചെയ്ത് വൈബ്രേഷണൽ എനർജി ലെവലിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കുവാണെങ്കിൽ, അപ്പോൾ അതിന് വൈബ്രേഷണൽ എനർജിയിൽ കൊണ്ടെത്തിക്കുന്നു. എബോവ് ദ ഇൻ്റർസെക്ഷൻ ദ ഇൻറ്റേർണൽ കൺവേർഷൻ ഡസ് നോട്ട് ഒക്കർ. ഇനിയും അത് അങ്ങനെ വൈബ്രേഷണൽ എനർജി ലെവലിൽ കൊണ്ടുവരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ കൺവേർഷനെ നടക്കുന്ന ആ ഒരു ഇൻ്റർസെക്ഷന് മുകളിലാണെങ്കിൽ, നമ്മുടെ ഇൻ്റർസെക്ഷന് മുകളിലാണെങ്കിൽ ഇൻറ്റേർണൽ കൺവേർഷൻ അവിടെ നടക്കത്തില്ല. ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കത്തില്ല എന്ന് വെച്ചാൽ എന്താ, അതിന് സെയിം ജോമെട്രി ആയിരിക്കില്ല. അപ്പോൾ സെയിം ജോമെട്രി അപ്പോൾ ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ സെയിം ജോമെട്രി ആയിരിക്കില്ല എന്നർത്ഥം. Consequently, the levels resume their well-defined vibrational character with correspondingly well-defined energies, and line structure resumes on high frequency side of the blood region. അതായത് അതുകൊണ്ട് തന്നെ ലെവൽസ് വൈബ്രേഷണൽ ക്യാരക്ടർ പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ വൈബ്രേഷണൽ ക്യാരക്ടറിനുള്ള ആ ഒരു ലെവൽ, വൈബ്രേഷണൽ ക്യാരക്ടർ അല്ലെങ്കിൽ വൈബ്രേഷണൽ എനർജി ലെവൽസ് ഫോം ചെയ്യുന്ന ആ ലെവൽസ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് എനർജീസ് ഉള്ളവയായിരിക്കും. അപ്പോൾ ഓരോന്നിനും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് റീജിയൻ്റെ, അതായത് ബ്ലറായിട്ടിരിക്കുന്ന റീജിയൻ്റെ ഹൈ ഫ്രീക്വൻസി സൈഡിൽ ഒരു ലൈൻ സ്ട്രക്ചറും ആയിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും.
ഇപ്പോൾ ഫിഗർ ഇതാണ്. അപ്പോൾ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ താഴെ തന്നിരിക്കുന്ന നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളത് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ളതുമാണ് ഈ ഇലക്ട്രോണിക് വൈബ്രോണിക് ട്രാൻസിഷൻസിൻ്റെ പിക്ചർ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഡിസോസിയേഷൻ ലിമിറ്റ് കാണാൻ പറ്റും, പിന്നെ കോണ്ടിനം കാണാൻ പറ്റും, പിന്നെ കോണ്ടിനം അൺബൗണ്ട് സ്റ്റേറ്റ്സ് കാണാൻ പറ്റും, പിന്നെ ഇൻറ്റേർണൽ കൺവേർഷൻ ഒക്കോസ് അറ്റ് ദ റീജിയൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 കർവ്സ്. കണ്ടോ? അപ്പോൾ അതായത് 2 കർവുകളും തമ്മിൽ, മുകളിലത്തെയും താഴത്തെയും 2 കർവുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലായിരിക്കും ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നത്. പിന്നെ സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും അതുപോലെ ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫിഗറിൽ. അപ്പോൾ അങ്ങനെ ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നതും ഏത് പോയിന്റിലാണെന്ന് 2 കർവുകളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലായിരിക്കും ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് അങ്ങനത്തെ ഇപ്പം ഇതാണ് ശരിക്കും ഡിസോസിയേഷൻ എനർജി അല്ലെങ്കിൽ ഡിസോസിയേഷൻ ലിമിറ്റ് എന്നോ പ്രീ ഡിസോസിയേഷൻ ലിമിറ്റ് എന്നോ എനർജി എന്നോ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പോയിൻറ്റും കൂടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇൻഫോർമേഷൻ സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ചേർത്ത് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിലൂടെ ആഡ് ചെയ്തിട്ട് പഠിക്കുവാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എന്തെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിലും ചോദിച്ചാൽ മതി. അപ്പം ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ലെക്ചറോടുകൂടി UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഒരു സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുക. ഒന്നെങ്കിൽ ESR ആയിരിക്കും, അല്ലെങ്കിൽ NMR ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടിയാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകൾ. അപ്പോൾ അതും ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഈ ഒരു ലെക്ചർ മാത്രമേ ഉള്ളൂ. താങ്ക് യു.